മസ്കറ്റ് കോഴിക്കോട് എയർ ഇന്ത്യ വിമാനത്തിലെ യാത്രക്കാർ ദുരിതത്തിൽ. ഇന്ന് പുലർച്ചെ 2:50 പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഇതുവരെയും പുറപ്പെട്ടിട്ടില്ല. സാങ്കേതിക തകരാറിനെ തുടർന്ന് വിമാനം എമർജൻസി ലാൻഡിംഗ് നടത്തുകയായിരുന്നു. 146 യാത്രക്കാരാണ് ഒമാൻ വിമാനത്താവളത്തിൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. രാഹുൽ, വിശദാംശങ്ങൾ. എസ്കേൻ, കഴിഞ്ഞ 17 മണിക്കൂറായി 146 യാത്രക്കാർ മസ്കറ്റ് എയർപോർട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇന്ന് പുലർച്ചെ 2:50 മസ്കറ്റിൽ നിന്നും IX 338 എന്ന എയർ ഇന്ത്യ വിമാനം കോഴിക്കോടേക്ക് പുറപ്പെടേണ്ടത്. സാങ്കേതികമായി പറഞ്ഞാൽ ഈ വിമാനം അവിടെ നിന്നും പുറപ്പെട്ടു, പക്ഷേ ഒരു മണിക്കൂറിന് ശേഷം എമർജൻസി ലാൻഡിംഗ് നടത്തുകയായിരുന്നു. ഈ യാത്രക്കാർ നിരന്തരമായി പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് അവർക്ക് താൽക്കാലികമായ ഒരു താമസിക്കാനുള്ള സൗകര്യം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എപ്പോൾ യാത്ര പുനരാരംഭിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും വരുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഇവരോട് പറഞ്ഞത് ഡെയിലി വിമാനത്തിൽ 10 യാത്രക്കാരെ വീതം കോഴിക്കോടേക്ക് അയക്കാമെന്നായിരുന്നു. പക്ഷേ അതിൽ തീരുമാനമുണ്ടായില്ല. ഏറ്റവും ഒടുവിൽ അവർക്ക് ലഭിച്ച വിവരം അനുസരിച്ച് ഈ വിമാനത്തിന് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഈ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഉപകരണങ്ങൾ ഇന്ത്യയിൽ നിന്നുമാണ് എത്തിക്കേണ്ടത്. പക്ഷേ അത് എപ്പോൾ എത്തിക്കുമെന്നോ എപ്പോൾ ഈ പ്രശ്നം പരിഹരിച്ച് യാത്ര പുനരാരംഭിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. അതുകൊണ്ട് 146 യാത്രക്കാർ ഇപ്പോഴും അവിടെ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. 2 മാസം മുതൽ പ്രായമുള്ള കുട്ടികൾ ഇവരുടെ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരാൾക്ക് 2 പേർക്ക് ഒരു റൂം എന്ന നിലയിലാണ് ഇപ്പോൾ അവിടെ അവർ താമസിക്കുന്നത്. പക്ഷേ അവരുടെ കയ്യിൽ മറ്റ് ഡ്രസ്സുകളൊന്നുമില്ല. അതുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, മാനസിക ബുദ്ധിമുട്ട് ഉൾപ്പെടെ അവർ അനുഭവിക്കുന്നുണ്ട്. ഇതിൽ കേരള, കേന്ദ്ര, സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ വേണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. എസ്കേൻ. ഓക്കെ, താങ്ക് യു രാഹുൽ സുരേഷ്. എന്തായാലും അവർ എളുപ്പ വിമാനം കയറാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്നും ആരോ 1-2 പേരൊക്കെ എന്നോട് നേരിട്ട് പരാതി പറഞ്ഞു. ഞാൻ ഈ ടാറ്റ ഇത് ടേക്ക് ഓവർ ചെയ്തതിന് ശേഷം വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ്. കാര്യം ടാറ്റയുടെ പ്രൊഫഷണലിസം എയർ ഇന്ത്യയിലും കൊണ്ടുവരും. പക്ഷേ എയർ ഇന്ത്യയിലെ പഴയ ചങ്ങാതികൾ അതിനൊക്കെ വിരുദ്ധമായി നിൽക്കുകയാണോ, അതോ എയർ ഇന്ത്യ ഏറ്റെടുത്തപ്പോൾ അതിലെ ഇതുപോലുള്ള പഴയ വിമാനങ്ങളൊക്കെ വാങ്ങിയത് കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് ടാറ്റയുടെ ഒരു ഇടപെടൽ, ടാറ്റയുടെ ഒരു വിഖ്യാതമായ പ്രൊഫഷണലിസം ഇതിൽ കൊണ്ടുവരണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാര്യം ടാറ്റ കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. ആൻ്റണി ഫെർണാണ്ടസ് പറയും, സ്കേൻ, ഈ കേരളത്തിൽ മൊത്തം കൊള്ളയാണല്ലോ, ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണേ, ചാനൽ പൂട്ടിച്ച് കളയും. അങ്ങനെയൊക്കെ വന്നാൽ പിന്നെ നമുക്ക് എന്താ ചെയ്യുക?